ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു പള്ളിയാണെന്ന് പറയുകയില്ല. മിനാരങ്ങളോ താഴികക്കുടങ്ങളോ ഇല്ലാതെ ഏകദേശം 650 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പള്ളി. കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള മിഷ്കാൽ മോസ്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ പുരാതനമായിട്ടുള്ള പള്ളി പണി കഴിപ്പിച്ചത്. അറബി വ്യാപാരിയായ നഖൂദ മിഷ്കാലാണ് ഇത് നിർമ്മിച്ചത്. കേരള ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണിത്. തടിയുടെ ഉപയോഗമാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ എടുത്തു പറയേണ്ടത്. മിഷ്കാൽ മോസ്ക് ആദ്യം 5 നിലകളിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു. 1510-ൽ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിലുണ്ടായ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഈ മോസ്ക് പിന്നീട് 1578-79 കാലഘട്ടത്തിൽ പുനരുദ്ധരിക്കുകയായിരുന്നു. സാമൂതിരി രാജാവിൻ്റെ മേൽനോട്ടത്തിലാണ് മിഷ്കാൽ മോസ്ക് പുനരുദ്ധരിച്ചത്. പുതുക്കി നിർമ്മിച്ചപ്പോൾ ഇതിൻ്റെ ഉയരം 5-ൽ നിന്ന് 4 നിലകളിലാക്കി കുറയ്ക്കുകയും ചെയ്തു. മിഷ്കാൽ മോസ്കിൻ്റെ വാസ്തുവിദ്യ ശരിക്കും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ മേൽക്കൂരകൾ തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ പരമ്പരാഗത ക്ഷേത്രങ്ങളുടെ ഒരു ശൈലിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. തടിയിലുള്ള പൂക്കൾ കൊത്തിയെടുത്ത ഡിസൈനുകളും തൂണുകളിലെ മനോഹരമായ കൊത്തുപണികളും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പള്ളിക്ക് ഏകദേശം 47 വാതിലുകളും 24 കൊത്തുപണികൾ ചെയ്ത തൂണുകളുമുണ്ട്. ഈ പള്ളിയിൽ ഒരേ സമയം 400 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ഹാളുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ ചെന്നാൽ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഓരോ നിലകളും പൂർണ്ണമായും തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റിൻ്റെയോ മറ്റോ കമ്പിയുടെയോ ഒരു ഉപയോഗം തീരെയില്ലാതെ എല്ലാം തടികൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 നിലകളിലായിട്ടുള്ള ഈ പള്ളിയുടെ നിലത്ത് മുഴുവൻ പാകിയിരിക്കുന്നത് പലകളാണ്. അതുപോലെ തന്നെ ഈ 4 നിലകളിലെയും താങ്ങി നിർത്തുന്നത് മൊത്തം തടി കൊണ്ടുള്ള തൂണുകളുമാണ്. പലരും ഈ പള്ളി പുനർനിർമ്മിക്കാനായി മുന്നോട്ട് വന്നെങ്കിലും ഇത് ഇന്നും ഒരു ചരിത്ര സ്മാരകമായി തന്നെ ഇത് നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന തലമുറയ്ക്കൊക്കെ ഇത് കാണാനും പഠിക്കാനും ഒക്കെ ഒരു അവസരം ലഭിക്കുന്നത്. ഈ കാണുന്നത് 1831-49 കാലഘട്ടത്തിൽ കോഴിക്കോട് കാസിയായിരുന്ന കാസി മുഹയ്യദ്ദീൻ സാമൂതിരിയെ കാണാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ്. സാമൂതിരിയുമായി വലിയ സൗഹൃദം ഉണ്ടായിരുന്ന കാസിക്ക് അവിടുത്തെ ഈ പല്ലക്ക് ചുമക്കാനായി സാമൂതിരി തന്നെയാണ് അതിനുള്ള ആളുകളെയും ഒക്കെ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതിപ്പോഴും ഇവിടെ നോയമ്പ് കാലത്ത് നോയമ്പുതുറ സമയമൊക്കെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രമ്മാണ്. അപ്പോൾ ഇത് തോല് കൊണ്ടുള്ള നിർമ്മിതിയാണ്. ഇതും വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. ഇതും ഈ പള്ളിയിൽ ഒരു പുരാവസ്തുവായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പള്ളിയോട് ചേർന്ന് വലിയൊരു കുളവും കാണാം. കുറ്റിച്ചിറ കുളമാണിത്. പണ്ട് കാലത്ത് പള്ളിയിൽ വരുന്നവർ അംഗശുദ്ധി വരുത്താനായി ഉപയോഗിക്കുന്നതാണ്. ഏകദേശം 2 ഏക്കറോളം വലിപ്പമുള്ള വലിയ ഒരു കുളമാണ്. ഇതും ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുകയാണ്. ഈ കുളത്തിൻ്റെ 4 ചുറ്റും ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ച് അതുപോലെ തന്നെ നല്ല കല്ലുകൾ പാകിയ നടവഴികളും ഒക്കെ ആക്കി മനോഹരമാക്കിയിരിക്കുകയാണ്. പ്രഭാത സവാരിക്കും അതുപോലെ തന്നെ സായാഹ്നങ്ങളും ഒക്കെ ചെലവഴിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. അതിരാവിലെ തന്നെ ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാം നീന്തൽ പരിശീലനവും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെയായി ഈ കുളം ഉപയോഗിക്കുന്നുണ്ട്. ഈ മിഷ്കാൽ മോസ്കിൻ്റെ തൊട്ടടുത്തായി തന്നെ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള 2 പള്ളികൾ കൂടിയുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മുച്ചുണ്ടി പള്ളിയും കുറ്റിച്ചിറ ജുമാ പള്ളിയും മിഷ്കാൽ പള്ളി പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളാണ്. ഇത് 3 പള്ളികളും ഒരു 1/2 കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ പള്ളികളുള്ളത്. ഈ 2 പള്ളികളും കാണാൻ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികൾ തന്നെയാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകങ്ങളാണിത്. പള്ളിക്ക് മിഷ്കാൽ എന്ന് പറഞ്ഞ അറബി എടുത്തതാണ് പള്ളി. ഇതൊക്കെ ചുറ്റും ഈ കോമ്പൗണ്ടാണ്. മുകളിൽ പിന്നെ നിങ്ങൾ കണ്ടില്ലേ, അതായത് പുരാതന സാധനങ്ങളാണ് ഒക്കെ. 5 നിലയുള്ള അതൊക്കെ ശരിയാക്കിയതാണ്, പൊളിച്ച് ശരിയാക്കിയതാണ്. അന്ന് പോർച്ചുഗീസുകാർ തീ പിടിപ്പിച്ചപ്പം പോയതാണ്. അതാണ്. പിന്നെ ഈ തൂണുകളൊക്കെ ഉണ്ടാക്കി 24 തൂണുണ്ടാക്കി പൈതൃക. തൂണ് ഇതാ പില്ലറുതാ അത് ഉണ്ടാക്കിയത് പൈതൃകാണ്. അത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. അതാണ് ഇത് 24-നം. അതെ, അങ്ങനെയുള്ള പഴക്കമുള്ള പള്ളിയാണ്. മിഷ്കാൽ എന്ന് പറഞ്ഞ അറബിയാണ് ഉണ്ടാക്കിയത്. അത് അങ്ങനെ അതിന്റെ തൊട്ടടുത്ത് മറ്റേ 2 പള്ളിയുണ്ടല്ലോ, അത് ഇതിന് മുമ്പ് ജമാഅത്ത് പള്ളിയാണ്. അത് 1000 കൊല്ലം പഴക്കം. 1000 കൊല്ലം പഴക്കമുണ്ട്. പിന്നെ അതിന്റെ അപ്പുറം മുച്ചുന്തി പള്ളിയാണ്. അത് പഴക്കല്ല പള്ളിയാണ്. ഇത് അതിനുശേഷം വന്ന പള്ളിയാ. 800 കൊല്ലം. പക്ഷെ ഇതാണ് മരത്തിന്റെ പണിയൊക്കെ ഇല്ല പള്ളി. അപ്പൊ അന്ന് ഇത് തീ പിടിച്ചപ്പോ മേൽഭാഗം മൊത്തം കത്തിപ്പോയില്ലേ? കത്തിപ്പോയ ഭാഗം അപ്പൊ അതിനുശേഷം ആ 2 നില ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം റെഡിയാക്കി സാമൂതിരിയാ റെഡിയാക്കി. പനയായിരുന്നില്ലേ? ശരി.
എന്നിട്ട് ആ ഓലയെല്ലാം അങ്ങ് തീ പിടിച്ച് പോയി കാണൂല്ലേ? ആ ശരി ശരി. അത് അഴിച്ച് മാറ്റിയിട്ട് പിന്നെ ഇപ്പോൾ ഓടാക്കി. ആ സാമൂതിരിയുടെ കാലത്ത് തന്നെ ഓടാക്കിയത് അതോ? ആ ശരി ശരി.